സന്തോഷമേ തിരുനിന്നലെ കളെ പ്രിയ രക്ഷകൻ നീതിൻ സൂര്യനാം തേജസ്സിൽ നടിത്തിടുമേ. ഓ എൻ പ്രിയ രക്ഷകൻ നീതിൻ സൂര്യനാം തേജസ്സിൽ നടിത്തിടുമേ. പ്രൈസ് ദി ലോർഡ്. ദ ഷെപ്പേർഡ്സ് ഹാർപ്പ് 153 എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലെ വചനചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യം. യഹോവ ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളെക്കുറിച്ചുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു, ഈ ദേശത്തിലെ നിവാസികളെല്ലാവരും നിങ്ങളുടെ നിമിത്തം ഒരുങ്ങിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം മുതൽ ആവർത്തന പുസ്തകം വരെ മോശയുടെ പഞ്ചഗ്രന്ഥത്തിൽ 23 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് ചിന്തിക്കുവാനിടയായിത്തീർന്നല്ലോ. മോശയ്ക്ക് ശേഷം ഇസ്രായേൽ മക്കളെ നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത യോശുവയുടെ പുസ്തകത്തിൽ 5 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. യോശുവ 1:9 നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുതേ എന്ന് കാണുവാൻ സാധിക്കും. യോശുവ 8:1, 10:8, 10:25, 11:6 എന്നീ ഭാഗങ്ങളിലും ഭയപ്പെടേണ്ട എന്ന് ആവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിൽ ആശ്രയിച്ച മോശെ ദൈവം പറഞ്ഞു, നീ ഭയപ്പെടേണ്ട. മോശയ്ക്ക് ശേഷം തിരഞ്ഞെടുത്ത തന്നെ ജനത്തെ നയിക്കുവാൻ നിയുക്തനായ യോശുവയോടും ദൈവം പറയുന്നു, നീ ഭയപ്പെടേണ്ട. കാലാകാലങ്ങളിൽ ദൈവം വിളിച്ച് വേദനിച്ച എല്ലാ ദൈവമക്കളോടും ദൈവത്തിൻ്റെ ദൂതാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ലോകാവസാനത്തോളം ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത യേശു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഇന്ന് വാക്കാലും നമ്മെ അനുഗ്രഹമായി വഴി നടത്തുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. നമ്മുടെ കുറിവാക്യത്തെ യോശുവ 2:9 നമ്മൾ വായിച്ചു. അതെ, രാഹാബ് എന്ന വേശ്യ ദേശം ഉറ്റുനോക്കുവാൻ യോശുവ അയച്ച 2 പേരെ അവരെ സംരക്ഷിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നിട്ട് താൻ പറയുന്നതാണ്, നിങ്ങൾ നിമിത്തം ഞങ്ങളുടെ ഉള്ളം ഒരുങ്ങിയിരിക്കുന്നു. നമുക്കറിയാം, ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിലെ മോശ ദേശം ഉറ്റുനോക്കുവാൻ അയച്ച 12 പേര് 10 പേർ വന്ന് ജനത്തിൻ്റെ ഹൃദയത്തെ ഒരുക്കി. എന്നാൽ ഇവിടെ ഇസ്രായേൽ മക്കളെ പറ്റിയുള്ള വാർത്ത കേട്ട് ശത്രുക്കളുടെ ഉള്ളം ഒരുങ്ങുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നമ്മുടെ ദൈവം അത്ര വലിയ, തന്നെ വിശ്വസ്തയോടെ സേവിക്കുകയും തൻ്റെ വാക്കനുസരിക്കുകയും ചെയ്ത ദൈവമക്കളെ അവർ മുഖാന്തരം ശത്രുവിൻ്റെ ഉള്ളം ഒരുക്കി അവർക്ക് നന്മ നൽകി കൊടുക്കുന്നതായിട്ട്, അവർക്ക് വിജയം നൽകി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഈ രാഹാബ് തന്നെ പറയുന്ന വാക്യം നമുക്ക് വായിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ദൈവമായ യഹോവ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു കർത്താവ് കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തമാക്കിയപ്പോൾ അവിടെ ഉള്ളവർ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആമേ, സ്തോത്രം. ഇവൻ എങ്ങനെയുള്ളവൻ? കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 22:18 സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് യേശു കർത്താവ് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കർത്താവ് സ്വർഗത്തിനും ഭൂമിക്കും അധിപനാകുന്നു. അവൻ സകലത്തെയും വാഴുന്നു. അവൻ്റെ മക്കളായ നമ്മുടെ ജീവിതത്തിൽ ആവശ്യങ്ങൾ എന്തെന്ന് കർത്താവ് അറിയുന്നു. ഒരു ദിവസം നമ്മെ വഴി നടത്തുവാൻ, നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മളോട് കൂടെ ഇരുന്ന് നമ്മെ സഹായിപ്പാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം കേൾക്കുന്നതിൻ്റെ ജനത്തെ അവരുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മ നിറച്ചാട്ട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.